നിങ്ങൾ 3 ലൈൻ റോഡ് കണ്ടുണ്ടാവും, 2 ലൈൻ റോഡ് കണ്ടുണ്ടാവും, സിംഗിൾ ലൈൻ റോഡ് കണ്ടുണ്ടാവും, എന്തിന് ലൈൻ ഇല്ലാത്ത റോഡും കണ്ടുണ്ടാവും. പക്ഷെ ഇതുപോലെ ഒരു റോഡ് കാണണം വെച്ചാൽ നിങ്ങൾ തൃശ്ശൂർ തന്നെ വരണം. അതാണ് തൃശ്ശൂർക്കാരുടെ പവർ. കഴിഞ്ഞ റീലില് ഉത്സവഭ്രാന്തിന് തൃശ്ശൂർക്കാരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ കുറെ പാലക്കാട്ടുകാരും കണ്ണൂക്കാരും വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വരാത്ത കാരണമാണ്. അവരെ ഞാനിപ്പോ വെല്ലുവിളിക്കാണ്. അവരെ മാത്രമല്ല തൃശ്ശൂരൊക്കെ ബാക്കി 13 ജില്ലക്കാരും വെല്ലുവിളിക്കാണ്. വേറെ ആർക്കുണ്ടാ കാൽ റോഡും മര റോഡും വെക്കടാ ഇതിന്റെ മേലെ വരണം. അല്ലപ്പോ ഞാനെന്തിന് കേരളത്തിൽ മാത്രം വെല്ലുവിളിക്കാൻ നിൽക്കണത്? നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലേ ന്യൂയോർക്കിൽ ഉള്ള ഒരാള് പറയാണ് കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്, ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. അല്ല അല്ലെ, വേൾഡ് വൈഡ് ഞാൻ വെല്ലുവിളിച്ചു. കാട്ട അതുപോലെ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂര് മുണ്ടൂര് തൊട്ടിട്ട് കൈപ്പറമ്പ് വരെയുള്ള റോഡിന്റെ അവസ്ഥയാണ് കേട്ടോ. സത്യം പറയാലോ റോഡൊക്കെ അടിപൊളി തന്നെയാണ്. പക്ഷെ അവർ ഈ വരച്ചുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോട്ടോ. ആ പോണ സ്കൂട്ടർ ചേട്ടനെ നോക്കി വെച്ചോട്ടാ. ഇനി ആരും പറയേണ്ട ക്യാമറ പിടിച്ചതിന്റെ പ്രശ്നമാണ്. പലതരം അഭിപ്രായങ്ങൾ വരുന്നുണ്ടേ. എന്തെങ്കിലും ഫണ്ട് പാസ്സാവുമ്പോ തല ഏറ്റെടുത്തിട്ട് റോഡ് നീട്ടിപ്പണിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ മാർക്ക് ചെയ്തതാന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. സ്കൂട്ടറിനും സൈക്കിളിനും പോകാൻ വേണ്ടി മാത്രമായിട്ട് മാർക്ക് ചെയ്തതാന്ന് വേറെ ചിലര്. ഇത് രണ്ടുമല്ല, ഈ റോഡ് പണി കഴിഞ്ഞോട് കൂടിയിട്ട് പുഴിക്കാൻ പറഞ്ഞ കുറച്ച് ടീംസ് ഉണ്ടല്ലോ, അവർക്ക് സ്ഥലം തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തതാണെന്ന് കുറച്ചാളുകൾ അങ്ങനെയും പറയണ്ടേ. അതെന്തായാലും കേരള ചരിത്രത്തിലല്ല ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു കാൽ റോഡും അര റോഡും നിർമ്മിച്ചത് ശക്തന്റെ മണ്ണിലാണ്, തൃശ്ശൂരാണെന്ന് നമുക്ക് ആരുടെ മുഖത്ത് നോക്കിയിട്ടും അഭിമാനത്തോടെ പറയാം. ഇത് ചരിത്രാണ്. തൃശ്ശൂർക്കാരന സുമ്മാവാ വേറെ 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 ലെവൽ.